ഹലോ, ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം ഇന്നലെയും ഞാൻ ആക്ച്വലി ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കീക്കിക്ക് ഡേ കെയറിൽ പോകുമ്പം കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നും ഞാൻ അതിന് തന്നെയാണ് പോകുന്നത്. ഇന്നലെ വാങ്ങിയപ്പം എനിക്ക് മനസ്സിലായി അവളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ സൈസ് അപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് ആണ് ഷോപ്പിങ്ങിന് പോകുന്നത്. ഇപ്പം ശരിക്കും വെതർ ഇവിടെ ഒരു സമ്മറിന്ന് മാറി ഓട്ടമിലേക്ക് പോകുന്ന വെതറാണ്. അപ്പം വലിയ ചൂടൊന്നുമില്ല, ഒരു ചെറിയൊരു തണുപ്പൊക്കെയാണ് രാവിലെ. പക്ഷേ ഈ ഉച്ച സമയത്തൊക്കെ നമ്മളിങ്ങനത്തെ സ്വെറ്റർ പോലത്തെ ഒക്കെ ഇട്ടാൽ കുറച്ചൊന്ന് ചൂടെടുക്കും. പക്ഷെ ഇട്ടിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാറ്റിനെ കൊണ്ട് നമുക്ക് തണുക്കാൻ ചാൻസ് ഉണ്ട്. അയ്യോ, അതുകൊണ്ട് ഞാൻ സ്വെറ്റർ ഇട്ടിട്ട് തന്നെ ഇറങ്ങിയത്, കാരണം കാറ്റടിച്ച് തണുക്കാൻ വയ്യാത്തതുകൊണ്ട്. എനിക്ക് ആക്ച്വലി ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്കൊരു ബസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നടന്ന ഡയറക്ഷൻ തെറ്റിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു സൈഡിലാണ്, ആ സൈഡിലേക്കാണ് ബസ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചിട്ടുള്ള സൈഡിൽ നിന്നായിരുന്നു ബസ്. ഇനി ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ടൈം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ച എനിക്ക് ബസ് അതെന്തായാലും മിസ്സാവും. നെക്സ്റ്റ് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് പറയുന്നത്, ശരിക്കും നമ്മൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങണം എന്നുള്ളത്. ഞാൻ കറക്റ്റ് പ്ലാനിങ് കുറച്ച് തെറ്റിയതുകൊണ്ടാണ് എനിക്ക് ബസ് മിസ്സായത്. കറക്റ്റ് പ്ലാൻ ചെയ്ത് പോയിനെങ്കിൽ എനിക്ക് ബസ്സും കിട്ടിയേനെ, ട്രെയിനും കിട്ടിയേനെ. അപ്പോൾ എനിക്ക് ഈ ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങായിരുന്നു. പക്ഷേ ഇനി ഞാൻ കുറച്ച് നടക്കൊക്കെ വേണം. പക്ഷെ കുഴപ്പമില്ല, ആദ്യമായിട്ടാണ്, എനിക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ആ റൂട്ടിനെ ബസ്സിന് പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. ഇവിടെ എങ്ങനെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഉണ്ടാവുക. യൂഷ്വലി നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് കുഞ്ഞു കുഞ്ഞു സ്റ്റോപ്പുകൾക്ക്, ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സ്റ്റോപ്പാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോപ്പുകൾക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പോള് പോലെ ആയിട്ട് അവിടെ ഡീറ്റെയിൽസ് ചെയ്ത് വെക്കും, ഏത് റൂട്ട് ബസ്സാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ റൂട്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഫോണിൽ നോക്കിയാൽ മനസ്സിലാവും, എപ്പോഴാണ് ബസ് വരിക, എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിതാ ബസ് കയറിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അതേ റൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇന്നലെ എത്തിയ സ്ഥലത്തു നിന്ന് നമ്മൾ വീണ്ടും പിന്നെയും ബസ് പിടിച്ചിട്ട് നമുക്ക് പോകാനുണ്ട്. അതാണ് ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടണി ടൗൺ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പോകുന്നത് നമുക്കിവിടെ ദൂരത്ത് നിന്ന് കാണാമല്ലോ, ഫാമേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫാമേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പും ഉണ്ട്, ഇവിടെ ബേബി ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. എനിക്ക് കേക്കിക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന സ്ഥലമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഇന്ന് അവിടെ ഉള്ളതെന്നുള്ളത്. ആ യെല്ലോ കളർ ബോർഡിൽ ദൂരെ കാണുന്നതാണ് ബേബി ഫാക്ടറി. ബേബി ഫാക്ടറിയിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസ കുറവിൽ കിട്ടും സാധനങ്ങൾ. വലിയ റേറ്റൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത്യാവശ്യം എനിക്ക് ലോങ് ലാസ്റ്റിങ്ങുമായിട്ട് തോന്നാറുണ്ട് ബേബി ഫാക്ടറിത്തെ സാധനങ്ങളൊക്കെ. നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇതാണ് ബേബി ഫാക്ടറിത്തെ ചെറിയ കുട്ടികളുടെ സെലക്ഷൻ. നല്ല സെലക്ഷനാണ്. അപ്പോൾ ഞാനിങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് കേക്കി ബേബിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പാൻറ്റും ടോപ്പൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു സെറ്റ് പോലെ നമുക്ക് വാങ്ങാം. ഇതതുപോലെ വേറെ തന്നെ ഒരു സെറ്റ്, അതിൻ്റെ പാൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ടെടുക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത ഷോപ്പ് കയറി. ഇത് ഫാമേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടുത്തെ കളക്ഷനും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും ഓഫറിലല്ല, ഇതെല്ലാം നമ്മൾ ഫുൾ പ്രൈസ് കൊടുത്തിട്ട് വാങ്ങണം ഇപ്പം ആണെങ്കിൽ. പക്ഷേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ സാധനങ്ങൾ നമുക്ക് ഓഫറിൽ വാങ്ങാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഹോൾഡ് ചെയ്യാം. എല്ലാം രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് എല്ലാം കുറേ ഇഷ്ടമായിട്ടുണ്ട്. ഉള്ളിൽ ഫ്ലീസ് ഉള്ള മെറ്റീരിയൽ, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തണുത്ത് വരുമ്പോഴാണ് കുറച്ചും കൂടെ അടിപൊളിയാവുക അതൊക്കെ ഇടുമ്പം. പിന്നെ അവിടുന്ന് വിട്ട് ഞാനിപ്പോൾ ഉള്ളത് H&Mലാണ് വന്നത്. ഇവിടെ റെഡ്യൂസ്ഡ് പ്രൈസിൻ്റെ ഒരു സെക്ഷൻ കണ്ടു. അപ്പോൾ കീക്കിക്ക് എന്തായാലും ഒരു സ്വിമ്മിങ് ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഒന്നും കൂടെ വേണം തോന്നി, സൈസ് കുറച്ചും കൂടെ ഒന്ന് അപ്സൈസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡ്യൂസ്ഡ് പ്രൈസിലും കണ്ടപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും വിചാരിച്ചില്ല, ഇത് തന്നെ എടുക്കാമെന്ന് വെച്ചു. എനിക്ക് ഈ ഒരു പാറ്റേണൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഈ കീക്കിക്ക് എടുക്കാനുള്ളത് ഇങ്ങനത്തെ ഒരു നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ, തണുപ്പത്ത് ഇടാൻ പറ്റിയൊരു
ഷൂ പോലത്തെ ഒരു സോക്കാണ്. ഇതിനെന്താ മൊക്കേസിൻസ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിലിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനം വാങ്ങണം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ബേബി ഫാക്ടറിയിൽ ചെറിയ പൈസക്ക് ഉണ്ട്, $3 ഇത് $15 ഇതിന്. അപ്പം നമുക്ക് ആ സാധനം ബേബി ഫാക്ടറിയിൽ നിന്ന് വാങ്ങാം. പിന്നെ നല്ല ഭംഗിയുള്ള സോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവർക്ക് ഇപ്പം സോക്സ് ആവശ്യം വരും തോന്നുന്നില്ല. അപ്പം നമുക്ക് തൽക്കാലം ഇതൊന്നും വേണ്ടി വരില്ല. അപ്പം ഈ ഒരു ബ്രൗൺ കളർ ടോപ്പ് കുറേ കാലം ഞാൻ നോക്കുന്നു. അപ്പോൾ എനിക്കിത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇനി ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മീഡിയം സൈസ് എനിക്ക് ലൂസായിരിക്കുമോ എന്നൊരു സംശയമുണ്ട്. ചിലപ്പം സ്മോൾ ആയിരിക്കും ഫിറ്റ് ആവുക. അതുകൊണ്ട് സ്മോൾ സൈസ് നമുക്ക് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള കുറേ സ്റ്റൈലുകൾ ഇപ്പം കുറച്ച് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഈ ഒരു എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല, ഒരു ഏഷ്യൻ സ്റ്റൈലാണിത്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കിതിനോട് ഒട്ടും ഒരു ഇഷ്ടം തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലും ഞാൻ കുറേ ഷോപ്പിൽ കാണാറുണ്ട് അങ്ങനത്തെ ഈ ഒരു ടൈപ്പ് സ്റ്റൈൽ ഡ്രസ്സുകൾ. പക്ഷേ എനിക്കിത് അത്ര ഒരു ഇഷ്ടമായിട്ട് തോന്നാറില്ല. എനിക്ക് ചേരാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല. എനിക്ക് ഏഷ്യൻസ് ഇടുന്ന കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ല. എനിക്ക് പിന്നെ ഇവരുടെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇവരുടെ ചെയിൻ്റെ കളക്ഷൻ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ സാധനങ്ങളൊക്കെ. ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരുടേത് മുന്നേ. അതന്നെ എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് നല്ല പ്രത്യേകിച്ച് തോന്നുന്നുണ്ട്. കാണുന്നില്ല, എല്ലാം കുറച്ച് നല്ല ക്യൂട്ടുമാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഡ്രസ്സ്. ടോപ്പ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടോപ്പാണ്. ഇതിൻ്റെ നെക്കിൻ്റെ ഷേപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. കുറച്ചൊരു ക്ലാസി ഷേപ്പാണ് നെക്കിനുള്ളത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഡ്രസ്സും ഇപ്പം എനിക്ക് കുറച്ച് ഒരു പ്ലെയിൻ ഡ്രസ്സാണുള്ളത്. ഞാൻ എടുക്കുന്ന ടോപ്പുകളൊക്കെ പ്ലെയിനാണ്. മോസ്റ്റ്ലി ഇങ്ങനത്തെ ബ്രൗൺ ഷെയ്ഡ്സിലും വരുന്നതാണ് ഞാൻ എടുക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ എടുക്കുന്നത്. ആ ഒരു ഇതിനെ കൊണ്ട് മാത്രമാണ് എനിക്കിത് വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടോപ്പായിട്ട് തോന്നുന്നു. നോക്കാം, ഒന്നും കൂടെ ഞാൻ ചുറ്റിയിട്ട് ഞാൻ ട്രെഞ്ച് കോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ട്രെഞ്ച് കോട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. മേ ബി ടൈം ആയിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഒന്നും കൂടെ ചുറ്റി നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഹെയർ ഞാൻ ഇന്നലെ കട്ട് ചെയ്തതാണ് ഹെയർ. എൻ്റെ ആക്ച്വലി സ്ട്രെയിറ്റ് ഹെയർ അല്ല, കുറച്ച് ബേബി ഹെയർ ആണ്. ഇത് അവർ സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഒരു കുളിച്ചാൽ തീരാവുന്ന ഒരു ഇതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ തവണ അവർ കട്ട് ചെയ്തതും സെറ്റ് ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാട്ടിലതിനേക്കാളും ഇഷ്ടപ്പെട്ടു. പക്ഷേ കാരണം ഭയങ്കര ഒട്ടി നിൽക്കുന്നില്ല, അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വൈറ്റ് ഇതും പിന്നെ ഈ ഒരു ഹഫറിൻ്റെ ഒരു ലെമൺ ഗ്രീൻ കളറ് ഒരു സ്വെറ്ററുമാണ് എടുത്ത് വെച്ചത്. ഇത് രണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിപ്പം ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നല്ല അഫോർഡബിൾ ആയിട്ട് ഒരു ജാക്കറ്റ് വേണം. അതെനിക്ക് വേണ്ടത്. പക്ഷേ ജാക്കറ്റ് വിചാരിക്കുന്ന റേറ്റിലൊന്നും എനിക്ക് കിട്ടുന്നില്ല. എല്ലാം നല്ല പൈസ ഉണ്ട്. ഇനി നമ്മൾ സ്ട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് Kmartലാണ്. Kmart എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം നല്ല എക്കണോമിക്കലായിട്ട് വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇൻറ്റീരിയർ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഡ്രസ്സ് അടക്കം എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കുകയാണ്. എനിക്ക് കിച്ചണിലേക്ക് എന്തായാലും ഒരു സാധനം വാങ്ങാനുണ്ട്. അത് ഇവിടെ കിട്ടുമോ നോക്കാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള Kmartൽ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവമുണ്ട്. അത് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് ജാർ വേണം. അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള Kmartൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കാമെന്ന് വെച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഫ്ലോറൽ സംഭവമൊക്കെ ആയിട്ട് ഇത് കീക്കിക്ക് ഞാൻ വാങ്ങാണ്. ഇത് കീക്കിക്ക് സൈസ് ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഈ ഒരു ഫ്ലോറൽ ടൈപ്പ് പാൻറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് മറ്റേതിൻ്റെ കൂടെ പെയർ ചെയ്യാനല്ല, വേറെ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ സൈസ് കീക്കിക്ക് പറ്റിയ കാണുന്നില്ല.
കുറച്ച് ഹാങ്ങേഴ്സ് വാങ്ങണമായിരുന്നു. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് മുന്നേ ഹാങ്ങേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വേറൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ പോലെയായിരുന്നു. ഇതൊരു നമ്മുടെ വെൽവെറ്റ് ടൈപ്പാണ്. പക്ഷേ വലിയ വിലയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തൽക്കാലം ഞാൻ ആ ഹാങ്ങർ എടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാം കൂടെ ബസ്സിന് പോകുന്നതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല. പക്ഷേ നോക്കാം നമുക്ക്. നമ്മൾ ബില്ല് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ വെക്കും നമ്മളെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും വീണിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു മിക്സും ഉണ്ട്. ആ ഒരു മിക്സിനേക്കാളും എനിക്ക് ഈ കപ്പാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. കുറച്ച് നേരം ചുറ്റി നടന്നപ്പോഴേക്കന്നെ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് കെ-മാർട്ടിൽ നിന്ന് ഇറങ്ങിയ മുന്നേ തന്നെ കണ്ടത് സ്റ്റാർബക്സ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് കയറി നേരെ. അപ്പോൾ അവിടുന്ന് ഒരു സ്നാക്കും ഡ്രിങ്കും വാങ്ങി കഴിച്ചിട്ടാണ് നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഇനി എന്താ നോക്കി പോകാമെന്ന് വിചാരിച്ചത്. ഞാൻ ആക്ച്വലി ആദ്യമൊക്കെ ഇങ്ങനെ ഒറ്റക്ക് പോയിട്ട് കഴിക്കാനും കുടിക്കാനൊക്കെ കുറച്ച് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. വേറെ ഒന്നിനെ കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ അങ്ങനെ ആരും കാണാത്തതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഒരു തവണ ഇങ്ങനെ കാനഡയിൽ പഠിക്കാൻ പോയ ടൈമിൽ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിൽ എത്തി കുക്ക് ചെയ്ത് കഴിക്കാനുള്ളൊരു ടൈമൊന്നും ചിലപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് അത്രയും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്ക്. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ആകെ ക്ഷീണിച്ചു സത്യം പറഞ്ഞാൽ. വന്ന ആവേശമൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ട്രെയിനിലാണ് പോകുന്നത്. ഫുൾ വേ അല്ല, ഒരു സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങും. കാരണം എന്താ വെച്ചാൽ എൻ്റെ കാർഡുണ്ട്, നമ്മൾ ബസ്സിനൊക്കെ ടാപ്പ് ചെയ്യുന്നൊരു കാർഡുണ്ട്, അതിന് ഹോപ്പ് കാർഡ് എന്ന് അവിടെ പറയാം. അപ്പോൾ അതിൽ ബാലൻസ് എൻ്റെത് ഓൾമോസ്റ്റ് തീർന്നു. അപ്പം അത് റീചാർജ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേഷനിലുള്ളത്. അതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിൽ പോയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഹോപ്പ് കാർഡ് റീചാർജൊക്കെ ചെയ്ത് ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്ക് തന്നെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എനിക്ക് ട്രെയിൻ കണ്ടുപിടിക്കാനും പറ്റി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും തിരക്ക് വിചാരിച്ചിട്ടില്ല ട്രെയിനിൽ. ഇത്രയും തിരക്ക് സത്യം പറഞ്ഞാൽ ബസ്സിലാണ് ശരിക്കും തിരക്ക് കുറവെന്ന് തോന്നുന്നു. ട്രെയിനിൽ ഞാൻ വിചാരിച്ചത് തിരക്ക് കുറവായിരിക്കും, പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ സീറ്റൊക്കെ ഉണ്ട്, സീറ്റില്ല എന്നല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പം നമുക്ക് ഇവിടെ ട്രെയിനിൽ കയറുമ്പം നമ്മുടെ കാർഡ് പുറത്താണ് ഒരു പോൾ ഉണ്ടാവുക ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ എക്സിറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.